2000-നും 2005-നും ഇടയിൽ റിലീസായിട്ടുള്ള കുറച്ച് കിടിലൻ ത്രില്ലർ പടങ്ങൾ പരിചയപ്പെടുത്താം. ചിലതൊക്കെ അണ്ടർ റേറ്റഡും ചിലതൊക്കെ മാസ്റ്റർ പീസ് സിനിമകളുമാണ്. എല്ലാം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമകളാണ്. ആൻഡ് സോറി, പലതും ഇപ്പോൾ ഇന്ത്യയിൽ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും ലഭ്യമായിരിക്കില്ല. ചിലതൊക്കെ പ്രൈം വീഡിയോയിലൊക്കെ റെന്റിൽ കിട്ടും. ബാക്കിയുള്ളവ എങ്ങനെ കാണണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 7 കിടിലൻ ത്രില്ലർ ഫിലിംസ് ഫ്രം early 2000s. Let us start, Maggie. Let us start, Maggie. വിധവയായ ആനിക്ക് ചില പ്രത്യേക കഴിവുകളുണ്ട്. അവൾക്ക് നടന്നുപോയ കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ സിക്സ്ത് സെൻസ് പോലെ കാണാൻ പറ്റും. ഈ കഴിവ് വെച്ചിട്ട് കാണാതായ ഒരു യുവതിയെ കുറിച്ച് അവൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്ന കഥയാണ് ഈ പടം പറയുന്നത്. ചിത്രം 2000-ൽ സാം റെയ്മി സംവിധാനം ചെയ്ത് റിലീസായ ദ ഗിഫ്റ്റ്. ഈ പേരിൽ വേറെ കുറെ പടങ്ങളുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ. ഇത് 2000-ൽ സാം റെയ്മി സംവിധാനം ചെയ്ത പടമാണ്. കേറ്റ് ബ്ലാഞ്ചറ്റ് ആണ് ഇതിൽ നായികയായിട്ട് വരുന്നത്. കിയാനു റീവ്സ് ഒക്കെ ഒരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. സാം റെയ്മിയുടെ മറ്റു പടങ്ങൾ പറയുമ്പോൾ പോലും ഇതങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. കുറച്ച് ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണെന്നാൽ മിസ്റ്ററി ത്രില്ലറും കൂടിയാണ്. ദൗർഭാഗ്യവശാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പടം ഇപ്പോൾ ഇന്ത്യയിൽ ഒരു മെയിൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമല്ല. നിങ്ങൾ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണുക. 1 മണിക്കൂർ 52 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. 1888 കാലഘട്ടത്തിൽ ജാക്ക് ദ റിപ്പർ എന്ന പേര് കേട്ടാൽ തന്നെ ലണ്ടൻ നഗരം ഞെട്ടുമായിരുന്നു. ഈ സൈക്കോ കില്ലർ ഇരകളാക്കിയിരുന്നത് വേശ്യാവൃത്തി ചെയ്യുന്ന യുവതികളെയായിരുന്നു. അതും അതിക്രൂരമായിട്ടാണ് പുള്ളി കൊല്ലുന്നത്. പുള്ളിയെ പിടിക്കാനായിട്ട് എത്തുന്നത് നമ്മുടെ ജോണി ഡെപ്പ് അണ്ണനാണ്. ചിത്രം 2001-ൽ ഹ്യൂ ബ്രദേഴ്സ് സംവിധാനം ചെയ്ത ഫ്രം ഹെൽ. തുടങ്ങി തീരും വരെ ഹുക്ഡ് ആക്കി നിർത്തുന്ന ഒരു പടമാണിത്. പക്ഷേ ഇതും മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും ലഭ്യമല്ല. ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണുക. പടം 18+ ആണ്. 1 മണിക്കൂർ 52 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഒരു FBI ഓഫീസറെ കാണാൻ എത്തുന്ന ഫെൻഡൺ എന്നയാൾ അവർ തേടിക്കൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലർ ആരാണെന്ന് എനിക്കറിയാമെന്ന് വെളിപ്പെടുത്തുന്നു. തുടർന്ന് അയാൾ പറയുന്ന ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2001-ൽ ബിൽ പാക്സ്റ്റൺ സംവിധാനം ചെയ്ത ഫ്രെയിൽറ്റി. തുടക്കം ഒരല്പം സ്ലോ ആണെങ്കിലും പിന്നീട് കത്തിക്കേറുന്ന ഒരു ത്രില്ലറാണ്. ഡീസന്റ് ആയിട്ടുള്ള ട്വിസ്റ്റുകളും സിനിമയിലുണ്ട്. പടം ആമസോൺ പ്രൈം വീഡിയോയിൽ റെന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മണിക്കൂർ 40 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. വയലൻസ് ഒക്കെ ഉണ്ട്. 18+ ആണ്. തനിക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇവാൻ എന്ന ചെറുപ്പക്കാരൻ തന്റെ ചെറുപ്പകാലത്തേക്ക് പോയി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുകയാണ്. അപ്പോൾ ബട്ടർഫ്ലൈ ഇഫക്റ്റ് മൂലം പുള്ളിയുടെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ചിത്രം 2004-ൽ റിലീസായ ദ ബട്ടർഫ്ലൈ ഇഫക്റ്റ്. നായകൻ ഒരു കാര്യം ശരിയാക്കുമ്പോൾ ഭാവിയിൽ മറ്റൊരു പ്രശ്നം അവന്റെ മുമ്പിൽ അവതരിക്കുകയാണ്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ പടത്തിൻ്റെത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കിടിലൻ ടൈം ട്രാവൽ ഉള്ള പടമാണ്. ഇത് പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് റെന്റിൽ കാണാൻ പറ്റും. 1 മണിക്കൂർ 54 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. അത് ഓർക്കുക. ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയ റീത്തയ്ക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത്, അവൾ ആരാണ് യഥാർത്ഥത്തിൽ എന്നൊക്കെ അന്വേഷിച്ചിറങ്ങുകയാണ് അവളും അവളുടെ കൂട്ടുകാരിയും നടിയുമായ ബെറ്റിയും കൂടി. ചിത്രം 2001-ൽ ഡേവിഡ് ലിഞ്ച് സംവിധാനം ചെയ്ത കിളി പറത്തുന്ന ത്രില്ലർ മുൾഹോളൻഡ് ഡ്രൈവ്. ഈ പടം കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. എക്സ്പ്ലനേഷൻ തേടി പോയി കാണുകയും ചെയ്യും. എന്നിട്ട് പടം റീവൈൻഡ് അടിച്ച് നിങ്ങൾ വീണ്ടും കാണും. അജാതി ഐറ്റമാണ്. കിടിലം പടമാണ്. കാണാത്തവർ മിസ് ചെയ്യരുത്. പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് റെന്റിൽ കാണാൻ പറ്റും. 2 മണിക്കൂർ 27 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. സ്ട്രിക്ട്ലി 18+ ആണ്. അത് ഓർക്കുക. ഒരമ്മയും 2 മക്കളും ഒരു ബംഗ്ലാവിൽ പുതുതായിട്ട് താമസം ആരംഭിക്കുകയാണ്. എന്നാൽ അവർക്ക് ആ ബംഗ്ലാവിൽ ചില സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. സ്ഥിരം ക്ലീശ പ്രേതതയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് തരുന്ന ഒരു കിടിലം പടമാണ്. ക്ലാസിക് ത്രില്ലറാണ്. ചിത്രം 2001-ൽ ഇറങ്ങിയ ദ അതേഴ്സ്. ഇപ്പോഴും കണ്ടാല് കിളി പറക്കും. നിങ്ങളുടെ നിക്കോൾ കിഡ്മാന്റെ കിടിലം പ്രകടനം, അതുപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷനൊക്കെ അന്യായ ഫീലാണ് തരുന്നത്. ഈ പടം നിങ്ങൾക്ക് പ്രൈം വീഡിയോ കാണാൻ പറ്റും. ദൈർഘ്യം 1 മണിക്കൂർ 41 മിനിറ്റ്. 18+ അല്ല, PG-13+ ആണ്. അതായത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അച്ഛനമ്മമാരോടൊപ്പം ഇരുന്ന് കാണുക. ഇനി നമ്പർ 1 മൂവി. ജിമ്മി, ഡേവ്, ഷോൺ എന്നിവർ ബാല്യകാല സുഹൃത്തുക്കളാണ്. ഇതിൽ ജിമ്മിയുടെ മകളെ ആരോ കൊലപ്പെടുത്തുന്നു. ഇതിന്റെ അന്വേഷണമാണ് ഈ പടം പറയുന്നത്. ചിത്രം 2003-ൽ ക്ലിന്റ് ഈസ്റ്റ്വുഡ് സംവിധാനം ചെയ്ത മിസ്റ്റിക് റിവർ. ക്ലാസിക് മിസ്റ്ററി ക്രൈം ഡ്രാമയാണിത്. ഷോൺ പെൻ, ടിം റോബിൻസൺ, ലോറ ലിനി തുടങ്ങിയ ഒരു ഗംഭീര താരനിരയുള്ള ഒരു പടം കൂടിയാണ്. എല്ലാവരുടെയും ഗംഭീര പെർഫോമൻസ് പടത്തിലുണ്ട്. മികച്ച നടനും സഹനടനുമുള്ള ഓസ്കാറും ലഭിച്ച ഒരു സിനിമയാണ്. സ്ലോ ബേണിംഗ് ത്രില്ലറാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട. ഇത് പ്രൈമിൽ റെന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 മണിക്കൂർ 18 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. ഇതിൽ ആദ്യത്തെ 1-2 എണ്ണം അണ്ടർ റേറ്റഡും അവസാനം പറഞ്ഞ സിനിമകൾ ക്ലാസിക് മാസ്റ്റർ പീസ് പടങ്ങളുമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ 2-3 പടങ്ങളും മിക്കവരും കാണാത്തതൊക്കെ ആയിരിക്കും. പക്ഷെ അവസാനമുള്ളവ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുള്ളതുമായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട. വെർത്ത് വാച്ച് ആയിട്ടുള്ള പടങ്ങളാണെല്ലാം. ഇവയിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ വീണ്ടും കാണാം. ശരി എന്നാ.